ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. ഹിന്ദിയിലെ യൂണിറ്റ് 2 പുതിയ പാഠപുസ്തകമാണ്. യൂണിറ്റ് 2-ലെ 3rd ചാപ്റ്റർ ബാബ ഓർ ബാബ കി ചടി. നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് യൂണിറ്റിൽ എല്ലാ ചാപ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ബാബ ഓർ ബാബ കി ചടി. കവിതയാണ് ഗുൽസാറിൻ്റെ. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മളിതിൻ്റെ റീഡിങ്, അതിൻ്റെ മൊത്തത്തിലുള്ളൊരു മലയാളം മീനിങ്, അതുപോലെ ഇതിലൊരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സ്, ഇത്രയുമാണ് ചെയ്യുക. ദെൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ നമ്മളിതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് യൂണിറ്റ് 2 കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. ബാബ ഓർ ബാബ കി ചടി. ഈ ഇരിക്കുന്ന വയസ്സായ വ്യക്തിയാണ് ഇവിടെ ബാബ എന്ന് പറയുന്നത്. അയാളുടെ കയ്യിലിരിക്കുന്ന ഈ വടിയാണ് ചടി. ചടി പറഞ്ഞാൽ ഊന്നുവടി, വാക്കിംഗ് സ്റ്റിക്ക് കേട്ടോ. ബാബ ഓർ ബാബ കി ചടി ഗുൽസാർ. സാത്ത് സാത്ത് ചൽത്തേ ഹേ ദോനോ ബാബ ഓർ ബാബ കി ചടി. എന്താണ്? രണ്ടാളും, ബാബയും ബാബയുടെ വടിയും ഒരുമിച്ച് തന്നെയാണ് നടക്കാറ്. പെഹലെ വോ കഹത്താ ഹേ ചൽ. ആദ്യം അവൻ പറയും പോവാം. ചൽ ബാഹർ ചലത്തെ, എവിടേക്ക്? പുറത്തേക്ക് പോവാം. അവർ ഉഡാ ലേത്താ ഹേ ചടിക്കോ. എന്നിട്ട് എന്താണ്? എവിടെ നിന്ന് വടിയെടുക്കും? ബെഡിൽ, അതായത് അവരുടെ കട്ടിലിൽ വടി കിടക്കുന്നുണ്ടാവും, വടീനെ എടുക്കും അല്ലെ. അവർ ഉഡാ ലേത്താ ഹേ ചടിക്കോ ബിസ്തർ പർ ജോ ലേട്ടി ഹുയി തി. ബിസ്തർ പറഞ്ഞ കട്ടിലാണ്, കട്ടിൽ കിടക്കുന്ന വടിയെടുക്കും. ഫിർ വോ ഉസ്കാ ഹാത്ത് പക്കട്ക്ക് ബാഹർ ലാത്തി ഹേ. പിന്നെന്താണ്? കയ്യും പിടിച്ച് വടി എന്ത് ചെയ്യും? വടി ശരിക്ക് ബാബേനെ കൂട്ടിക്കൊണ്ട് പോകുന്ന പോലെയാണ്. എന്നിട്ട് പുറത്തോട്ട് പോകും. സാത്ത് സാത്ത് ചലത്തെ ഹേ ദോനും ബാബ ഓർ ബാബ കി ചടി. രണ്ടുപേരും, ബാബയും ബാബയുടെ വടിയും ഒരുമിച്ച് പോകുന്നു. ഓക്കെ, ഇനി ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്ത് പോകാം. അടുത്ത പേജിൽ 2 ചോദ്യങ്ങളുണ്ട്. സാത്ത് സാത്ത് ചലത്തെ ഹേ ദോനും ബാബ ഓർ ബാബ കെ ചടി. ഇസേ ആപ് ക്യാ സമജ്തേ ഹേ. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് നടക്കണം എന്നല്ലേ പറയണത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നാണ്. ആൻസർ നോക്കാം. इसका तात्पर्य यही है कि बाबा और बाबा की छड़ी दोनों को एक दूसरे के सहारा के बिना चल नहीं सकता. ഇതിൻ്റെ അർത്ഥം എന്താണ്? ബാബയ്ക്കും ബാബയുടെ ഊന്നുവടിക്കും ഒരാൾക്ക് ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ പറ്റില്ല. ഉൻ ദോനും एक दूसरे को सहारा बनकर, ഒരു ബൻകർ മതി, സഹാറ ബൻകർ ആകെ ചൽ സക്താ ഹേ. ഒരാൾക്കൊരാൾ സഹായമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. എന്താ പറയണേ? ചടി ഭഗാ ദേത്തി ഹേ കോയി ഗലി കാ കുത്ത ഭോങ്കെ തോ ഭാഗ് തലക് ജാത്തെ ഹേ ദോനോ. तब जाए तो बाबा अक्सर छड़ी पे माथा टेक के ബെഞ്ച് പേ ബൈറ്റ് ബി ജാത്താ ഹെ. എന്താണ്? ഇവർ തെരുവിലൂടെ നടന്നു പോകുന്ന സമയത്ത് തെരുവ് നായ വരും. കുറച്ചുകൊണ്ട് തെരുവ് നായ വന്നു കഴിഞ്ഞാൽ വടി എന്ത് ചെയ്യും? തെരുവ് നായനെ ഓടിക്കും. വടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓടിക്കാമല്ലോ. ഓടിക്കുന്നു. അപ്പോൾ അത് ഓടിച്ച് കുറച്ച് നേർക്ക് വന്ന് ഇവരെന്ത് ചെയ്യും? ഇവർ അടുത്തൊരു പൂന്തോട്ടമുണ്ട്, അതിനുശേഷം ആ പൂന്തോട്ടത്തിലോട്ട് പോവും. ദോനും തക് ജായേ. പിന്നെ ഇവർ ക്ഷീണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ദോനും തക് ജായത്തോ ബാബ ടയേർഡായി കഴിഞ്ഞാൽ അവിടെ ഒരു ബെഞ്ചുണ്ട്. ബെഞ്ചിൻ്റെ മേലെ ഇരുന്നിട്ട് ഈ വടി ഇങ്ങനെ ഊന്നി വെച്ചിട്ട് വടിയുടെ മേലെ ഇങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ചടി ഹേ ഉട്കർ കബി കബി ബാബാക്കോ ദിക്കാത്തി ഹേ. പിന്നെന്താണ്? ചടിയാണ്, ഈ വടിയാണ് ചിലപ്പോൾ എന്ത് ചെയ്യണത്? എണീറ്റിട്ട് ബാബേനെ പലതും കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. നയ ജോ ബൗർ ആയാ ഹെ നയ നയെ പേടോപ്പ്. പുതിയ മരങ്ങൾ, ആ മരങ്ങളിൽ പൂക്കൾ വന്നിട്ടുണ്ട്. മാമ്പൂ ആണ് കേട്ടോ ഈ ബൗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാവിൻ്റെ പൂവില്ലേ, മാമ്പൂ ഒക്കെ കാണിച്ചു കൊടുക്കും. അതൊക്കെ കാട്ടിക്കൊടുക്കുന്നത് ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ് അതെല്ലാം കാണാൻ അയാൾക്ക് പറ്റുന്നത്. അതാണ് ഇവിടെ അർത്ഥമാവുന്നത്. ഏ കദം ജബ് വോ ചൽത്തി ഹെ ഏ കദം വോ ചൽത്താ ഹെ. ആരാണ്? ആദ്യം വടിയാണ്, ഒരു ചടിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ചുവട് വെക്കുന്നത്. അടുത്ത ചുവടാണ് ആര് വെക്കുന്നത്? ബാബ വെക്കുന്നത് കേട്ടോ. അതാണ് ഒരു ചുവട് വടി ഒരു ചുവട് വെക്കുമ്പോൾ അടുത്ത ചുവട് ബാബ വെക്കുന്നു. ബാബ ഓർ ബാബ കി ചടി. ദോനോ മേ സെ കോയി അക്കേല ചൽ നഹി സക്ത. രണ്ടുപേർക്കും ഒറ്റയ്ക്ക് പോവാൻ പറ്റില്ല, നടക്കാൻ കഴിയില്ല. ഹാത്ത് അഗർ ഛൂട്ടേ തോ ദോനും ഗിർ പഡ്തേ ഹെ. എന്താണ്? കൈ വിട്ടു പോയി കഴിഞ്ഞാൽ രണ്ടുപേരും താഴെ വീഴും. നമുക്കറിയാമല്ലേ, വടിയുടെ സഹായം ഇല്ലാതെ ഈ വയസ്സായ വ്യക്തിക്ക്, ബാബയ്ക്ക് നടക്കാൻ കഴിയില്ല. ബാബ താഴെ വീഴും. ബാബയുടെ കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ വടിയും താഴെ വീഴും. ഓക്കെ, ഈക് ജവാ ഈക് ബൂട്ടാ ഹെ. ഒന്ന് ജവാ എന്ന് പറഞ്ഞാൽ ഒരാൾ, എന്താ പറയുക, ചെറുപ്പം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. യുവാവ് അല്ലെങ്കിൽ ചെറുപ്പം, ജവാൻ എന്നുള്ള അർത്ഥമൊക്കെയാണ് ഈ ജവ ഏക് ബൂട്ട എന്ന് പറയണത് കേട്ടോ. ഒരാൾ യുവാവായിട്ടുള്ള എന്താ പറയുക, യങ് ആയിട്ടുള്ള ചെറുപ്പവും ഒരാൾ വയസ്സായ ബൂട്ടയാണ് എന്നാണ് പറയുന്നത്. വൃദ്ധൻ. ഓക്കെ, ബാബ ഓർ ബാബ കി ചടി. ബാബയും ബാബയുടെ വടി. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ പോയട്രി വരുന്നത്. ഇനി നമുക്കിതിൻ്റെ 2 ചോദ്യങ്ങൾ ചെയ്യാം.
नया नया जो बौर आया है नए नए पेड़ों पर. इसका താല്പര്യ क्या है? പുതിയ പുതിയ പൂക്കൾ മാമ്പൂവുകൾ പുതിയ പുതിയ മരങ്ങളിൽ കാണുന്നു അല്ലേ? എന്തിൻ്റെ അർത്ഥം എന്താ? इसका तात्पर्य है कि पेड़ पौधों पर नए फूल या फल आ रहे हैं जो प्रकृति में नए जीवन और वृद्धि का प्रतीक है. कविता में बाबा और उनकी छड़ी के साथ उनके जीवन के अनुभव और प्रकृति के बदलते स्वरूप को दर्शाता है. ഓക്കെ, ഇപ്പം എന്താ പറയുന്നത്? ആ പൂക്കളിൽ പുതിയ പൂകൾ വന്നു എന്ന് പറയുന്നത് പ്രകൃതിയിലൊരു പുതിയ ജീവൻ വരികയാണ് അല്ലേ? അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ ഒരു വൃദ്ധി, ഭംഗി, അങ്ങനെയെല്ലാം നമുക്ക് പറയാം. കവിതാമേ ബാബ और उनकी छड़ी ഉൻകി ജീവൻ കെ അനുഭവം പ്രകൃതിക്ക് ബദലത്തെ, പ്രകൃതിയുടെ മാറി മാറി വരുന്ന രൂപങ്ങൾ എല്ലാം കാണിച്ചു തരികയാണ് ഇവിടെ ചെയ്യുന്നത്. ബാബ ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പൊക്കെയാണ് കേട്ടോ പറയാം നമുക്കത്. ബാബ और बाबा की छड़ी दोनों में से कोई अकेला चल नहीं सकता. क्यों? ബാബയ്ക്കും ബാബയുടെ വടിക്കും ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ബാബ और उनकी छड़ी दोनों एक दूसरे पर निर्भर है. അവർ ഡിപ്പെൻഡൻ്റ് ആണ്, രണ്ടാളും ഒരാൾ ആശ്രയിച്ചാണ്. ബാബ की उम्र हो गई है और उन्हें चलने में छड़ी की ज़रूरत है. ബാബയ്ക്ക് വയസ്സായി, അതുകൊണ്ട് നടക്കാൻ വടിയുടെ സഹായം വേണം. जो उनकी छड़ी प्रदान करते हैं, അതാണ് ഈ വടി കൊടുക്കുന്നത്. छड़ी भी तभी चल सकती है जब उसे बाबा जैसे कोई सहारा दे. വടിക്കും ഒറ്റയ്ക്കൊരു എന്തില്ല, നിലനിൽപ്പില്ല, ആരെങ്കിലും എടുക്കണം. ആരെങ്കിലും കയ്യിലെടുത്താലല്ലേ അതിന് മൂവ്മെൻ്റ് ഉള്ളൂ. यदि उनके साथ छूट जाए तो दोनों के लिए चलना मुश्किल हो जाएगा. जैसा कि ഇവർ കൈവിട്ട് പോയി കഴിഞ്ഞാൽ രണ്ടാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. जैसे कि कविता में बताया गया है, हाथ अगर छूटे तो दोनों गिर पड़ते हैं. കൈവിട്ട് പോയ രണ്ടാളും വീണു പോകുമെന്ന് കവിതയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഇവിടെ ഈ അല്ല കേട്ടോ, ഞാൻ മറ്റേ ഡായാണ്, ഈ എസ് പോലത്തെ ഡായാണ് കേട്ടോ, ഇനി അത് മിസ്റ്റേക്ക് പറയണ്ട. ഈ പട്ടയാണ് വരെ ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസും പോയിട്രി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ തന്നെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.